ഏകദേശം എല്ലാവിധ ഉടായ്പകളും പാർട്ട്ണർ ഇൻ ക്രൈം എന്നൊക്കെ നമ്മൾ പറയും. എനിക്ക് ഒനി കഥകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കഥകൾ പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഒനിയോട് സംസാരിച്ചിരിക്കുന്ന എല്ലാവർക്കും അറിയാം, അവൻ കഥകൾ എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിനൊരു കഥ. എന്റെ അടുത്ത് മമ്മി വന്ന് പറഞ്ഞു നിനക്കൊരു കൊച്ചുണ്ടാവാൻ പോകുന്നു, അല്ല അനിയൻ ഉണ്ടാവാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ എന്റെ ആദ്യത്തെ റിയാക്ഷൻ എങ്ങനെ എന്നാണ്. ഇത് 11ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോ എക്സ്ട്രീംലി എന്റർടൈനിങ് ആണ്. അപ്പൊ ഒനിയൽ ചേട്ടന്റെ വേറൊരു പേരും കൂടി കണ്ടോട്ടെ, ഇവര് വിളിക്കുന്നത് വിഭു എന്നാണ്, ബിഗ് ബ്രദർ. അപ്പൊ നല്ലൊരു വൈബ് ആയിരിക്കൂലേ, അനിയന്റെ ഫ്രണ്ട് ചേട്ടൻ, ഭയങ്കര ആദ്യത്തെ ഗാങ്. ഒനിയിൽ ഞാനുമായിട്ടുള്ള ബന്ധം കുറച്ച് എന്താണ് ഒരു ഇമോഷൻസിനും ഇതിനുമൊക്കെ അപ്പുറമുള്ള ഒരു ബന്ധമാണ്. അത് വളരെ ഹാപ്പി ഉണ്ട്. അവൻ ഇന്ന് എവിടെ നിൽക്കുന്നു അല്ലെങ്കിൽ ആ ഇതിൽ നിൽക്കുന്നു, അവൻ ഫൈനലിൽ കയറി കപ്പുമായി വരണം എന്നുള്ള ആഗ്രഹത്തിലുള്ള. അതുപോലെ ബിഗ് ബോസ് തുടങ്ങുന്ന എല്ലാ ദിവസവും എത്ര രാത്രിയാണെങ്കിലും ഞങ്ങള് ഇരുന്നിട്ട് ഇത് കാണണം. അത് ഇവിടെ ഉള്ള അതേ ക്യാരക്ടർ തന്നെയാണ് അവിടെ, സെയിം ഇത് തന്നെയാണ് ആള്, ഒരു മാറ്റമില്ല, അതുപോലെ തന്നെയാണ് അറിയിക്കുന്നത്. അതെ, ഇങ്ങോട്ട് ചൊറിയാമെന്ന് അങ്ങോട്ട് മാറും, അങ്ങനെയാണ്. ഞങ്ങളുടെ പ്രായക്കാർക്ക് പുള്ളിക്ക് എല്ലാ കഴിവുകളും ഉണ്ടെന്നാണല്ലോ പറഞ്ഞത്. നീ കൊച്ചിയെ പറ്റി ആൾക്കാർ ഓർക്കുമ്പോൾ എന്നെ ഓർക്കണം എന്നുള്ള ഒരു വിഷയമാണ്. അപ്പൊ അത്രയും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പരിധിയാണ് ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. ഇന്ന് ന്യൂജൻ ഒരുപാട് വ്യക്തികൾ ചിലപ്പോൾ FC ബോയ് എന്നുള്ള വ്യക്തിയെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അല്ല, എല്ലാത്തിനും എപ്പോഴും പോയി എല്ലാ സ്ക്രീൻ സ്പേസും എടുക്കണം എന്ന് വാശി പിടിച്ചു അങ്ങനെ ചെയ്യുന്ന ആളുകളെ പോലെ അല്ല. അത് പ്രശ്നമില്ല, ഇതിപ്പോ പറഞ്ഞു ഇതിനു വേണ്ടി ഞാൻ വർക്ക് ഫ്രം ഹോം എടുത്തു. സച്ചിൻ 70 നല്ലോണം കളിക്കാൻ പോവുകയാണ്, ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നതാണ്. ഞാനൊന്ന് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞാൽ അവൻ എന്നെ എണീക്കാൻ ഇവിടെ ഈ കഴിഞ്ഞ വേൾഡ് കപ്പില്ലേ, കഴിഞ്ഞ വേൾഡ് കപ്പ് തുടങ്ങിയപ്പോ ഞങ്ങളുടെ ഹെയർ സ്റ്റൈൽ എങ്ങനെയായിരുന്നു അതും മാറ്റിച്ചില്ല. എന്നുവെച്ചാ അത് കാരണം ലൈക്ക് ഇന്ത്യ നല്ല കളിക്കുന്നുണ്ട്, അപ്പൊ ഈ ലുക്കിൽ തന്നെ എല്ലാം കളി കാണുന്നത്.